ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പിശാചിൻ്റെ സ്വഭാവമുള്ളവർ. തലക്കെട്ട് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നും. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ഒന്നുകിൽ പിശാചിൻ്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഇതിനിടയിൽ ന്യൂട്രലായിട്ടുള്ളൊരു കാര്യമുണ്ട് എന്ന് സമർത്ഥിക്കുവാൻ കഴിയുകയില്ല. സദൃശവാക്യങ്ങൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിങ്കിൽ നിന്ന് നീക്കിക്കളക, അധരങ്ങളുടെ വികടം നിങ്കിൽ നിന്ന് അകറ്റുക. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വെ മുമ്പോട്ട് മിഴിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാകട്ടെ. സ്വഭാവം പരിശോധിച്ച് നോക്കുക. ക്രൈസ്റ്റ് ലൈക്ക് ബിഹേവിയറിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ക്രൈസ്റ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡ്സ് പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, ക്രിസ്തുവിനെ പോലെയുള്ള സ്വഭാവത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ക്രിസ്തുവിനെ പോലെയുള്ള മനോഭാവങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, ഈ സന്ദേശം സ്വീകരിക്കുക. ഈ സന്ദേശത്തിലൂടെ ലഭ്യമാകുന്ന നല്ല ആലോചനകൾ ജീവിതത്തിൽ നടപ്പിലാക്കുക. പിശാചിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നവർ അതെന്തൊക്കെയാണ്? നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും, നിഷേധാർത്ഥകമാകുന്ന കാര്യങ്ങളായിരിക്കും, അൺഹെൽത്തി ഇമോഷൻസ് ആയിരിക്കും അവർ പുറപ്പെടുവിക്കുന്നത്, ആരോഗ്യപരമല്ലാത്ത വികാരങ്ങളായിരിക്കും, മനോഭാവങ്ങളായിരിക്കും, സ്വഭാവങ്ങളായിരിക്കും അവർ പുറപ്പെടുവിക്കുന്നത്. അത്തരത്തിലുള്ള സ്വഭാവങ്ങളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ള വികാരങ്ങൾ, മനോഭാവങ്ങൾ, അവയുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് കടുത്ത കോപം, ഔട്ട്ബേഴ്സ്റ്റ് ഓഫ് ആങ്കർ. കോപം പുറപ്പെടുവിക്കുന്നവർ ശ്രദ്ധിക്കുക. കോപിക്കുമ്പോൾ നിങ്ങൾ ബന്ധങ്ങളെ തകർക്കും. കോപിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് കേടുവരുത്തും. മുൻകോപം മുഖാന്തരമായിട്ട് നമ്മുടെ സംവിധാനത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് ഹൃദയത്തിൻ്റെ സ്പന്ദനം വർദ്ധിക്കുന്നു. ചിലപ്പോൾ വ്യത്യസ്തമാകുന്ന ആവശ്യമില്ലാത്ത ഹോർമോൺസ് അപ്പോൾ പുറപ്പെടുവിക്കുവാൻ സാധ്യതയുണ്ട്. ഫലം ശരീരത്തിൽ രോഗങ്ങൾ. മുൻകോപം മുഖാന്തരമായിട്ട് ബന്ധങ്ങൾ തകരുന്നു, ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഡിപ്രഷൻ. ചിലരുടെ ജീവിതത്തിൽ നിരാശയാണ്. അവർക്ക് സന്തോഷം പ്രകടമാക്കുവാൻ കഴിയുന്നില്ല. അകത്ത് നിരാശ നിറഞ്ഞിരിക്കുന്നതിനാൽ സന്തോഷം പ്രകടമാക്കുവാൻ കഴിയുന്നില്ല. നന്ദിയുള്ളൊരു ജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല. നിരാശയിൽ കുടുങ്ങിപ്പോയവർ, അതൊരു നിഷേധാർത്ഥകമാകുന്ന വികാരമാണ്. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ, ആളുകളെ കാണുമ്പോൾ, അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അവരോട് ഇടപെടുവാൻ തോന്നുകയില്ല, സംസാരിക്കുവാൻ തോന്നുകയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ റിസപ്ഷനിലൊക്കെ നിൽക്കുന്ന അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാകും. എന്തുകൊണ്ട് അവർ സന്തോഷം പ്രകടിപ്പിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല? അകത്ത് ചില കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും സന്തോഷിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. മറ്റൊന്ന്, പിരിമുറുക്കത്തിലാകുന്നവർ. ചിലർ സ്ട്രെസ്ഡ് ആകുകയാണ്. ചെറിയ കാര്യങ്ങൾ മതി അവർ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആകുകയാണ്. പിരിമുറുക്കം വരുത്തുന്ന സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കഴിയാത്തവർ. ക്രിട്ടിക്കലാകുന്നവരുണ്ട്, എപ്പോഴും കുറ്റപ്പെടുത്തുന്നവർ, മാത്രമല്ല വിമർശിക്കുന്നവർ. ഏത് ചെറിയ കാര്യത്തിനും വിമർശനങ്ങൾ, ഏത് ചെറിയ കാര്യത്തെയും കുറ്റപ്പെടുത്തുന്നവർ. ക്രിട്ടിക്കൽ ആൻഡ് ജഡ്ജ്മെൻ്റൽ. പരിശോധിച്ചു നോക്ക്, ഒരു വിമർശകനാണോ താങ്കൾ? ഏത് കാര്യത്തിലും കുറ്റം കണ്ടെത്തുവാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതിൽ നിന്ന് മാറണം. അത് പിശാചിൻ്റെ സ്വഭാവമാണ്. പിശാചാണ് അതിൻ്റെ പിന്നിൽ. അവൻ്റെ സ്വഭാവമാണത്, ദൈവത്തിൽ നിന്നുള്ളതല്ല.
എല്ലാ കാര്യങ്ങളെയും പ്രതീക്ഷ ഇല്ലാതെ കാണുക, പെസിമിസ്റ്റായി തീരുക, ഒന്നും പ്രത്യാശിക്കുവാൻ കഴിയുന്നില്ല. പ്രത്യാശയില്ലാതെ എല്ലാ കാര്യങ്ങളെയും കാണുന്നു. ഒരു നിലയിൽ പറഞ്ഞാൽ അങ്ങനെയുള്ളവരോടൊന്നിച്ച് സഹകരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഏത് കാര്യത്തിലും അവർ പ്രത്യാശയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുകയും അങ്ങനെ അവർ സംസാരിക്കുകയും ചെയ്യും. വളരെ വലിയ ബുദ്ധിമുട്ടാണ് അത്തരത്തിലുള്ളവരോട് സഹകരിക്കുവാൻ. അത് നമ്മിൽ തന്നെ മാനസികമാകുന്ന സംഘർഷങ്ങൾ സൃഷ്ടിക്കും. കുറ്റബോധത്തിലും ലജ്ജയിലും ജീവിക്കുന്നവർ എപ്പോഴും സ്വയം കുറ്റപ്പെടുത്തുന്നു. അൺഹെൽത്തി ആകുന്ന ഷെയിം, ആരോഗ്യപരമല്ലാത്ത ലജ്ജ വഹിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, സുരക്ഷിതത്വ ബോധമില്ലാത്തവർ, ഇൻസെക്യൂറായിട്ട് ഉള്ളവർ, എപ്പോഴും ജീവിതത്തിൽ തികഞ്ഞു പറ്റാത്തവർ, ഏത് കാര്യത്തിലും ഒരു കുറവ് കണ്ടെത്തുന്നവർ, ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം ഉള്ളവർ, തങ്ങളെ തന്നെ കുറഞ്ഞവരായി കാണുന്നവർ, സെൽഫ് വർത്ത് ഇല്ലാത്തവർ. വേറൊരു കൂട്ടരുണ്ട്, അവരുടെ വൈകാരികമാകുന്ന ആ വീക്ക്നെസ് മുഖാന്തരമായിട്ട്, വൈകാരികമാകുന്ന കഴിവുകേട് മുഖാന്തരമായിട്ട് അവർ ഏത് കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുവാൻ തുടങ്ങും. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പായോ അമ്മയോ കൂടെ ഉണ്ടാകണം. ഡിപ്പെൻഡൻറ്റ് ഓൺ അതേഴ്സ്, പേരൻസ്, അങ്ങനെ തുടങ്ങിയുള്ള മറ്റു പലരെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. സ്വയമായിട്ടൊരു കാര്യം ചെയ്യുവാൻ കഴിയുന്നില്ല. ഇനിയും വേറൊരു കൂട്ടരുണ്ട്, അവർ സ്വയകേന്ദ്രീകൃതരാകുന്നു. അൺഹെൽത്തി ആയിട്ടുള്ള ഇൻഡിപെൻഡൻസിലേക്ക് പോകുന്നവർ. എനിക്ക് ആരുടെയും സഹായം വേണ്ട, എൻ്റെ കാര്യമില്ല, ഞാൻ നോക്കിക്കോളാം, എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇവര് ഒരു ടീം വർക്കിന് തയ്യാറാകത്തില്ല, മറ്റുള്ളവരുമായിട്ട് സഹകരിക്കത്തില്ല, മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ അവർ തയ്യാറാകത്തില്ല. മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയില്ല. റെസ്പെക്റ്റ് ചെയ്യുവാനും ഓണർ ചെയ്യുവാനും കഴിയാതെ വരുന്നവർ. ഇതെല്ലാം പിശാചിൻ്റെ സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവങ്ങളുള്ളവർ ഇതിൽ തന്നെ തുടരുകയാണെങ്കിൽ അപകടകരമാകുന്നു. മാറ്റം വേണം. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് നമ്മിലൂടെ പുറപ്പെടേണ്ടത്. പിശാചിൻ്റെ സ്വഭാവങ്ങളെ വഹിച്ചുകൊണ്ട് നടക്കരുത്. അസൂയ, കുശുമ്പും അസൂയി ഇന്നത്തെ സമൂഹത്തിൽ അതങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ജന്മനാ തന്നെ എല്ലാവരിലും കുശുമ്പും അസൂയയുമുണ്ട്. ബാല്യകാലത്തിൽ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളിൽ തന്നെ അത് കാണാൻ കഴിയുന്നുണ്ട്. ജയിക്കണം, അതിനെ അതിജീവിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുകയാണെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ കഴിയും. നിഗളം ഏറ്റവും അപകടകരമാകുന്ന സാധനം. അനേകരിൽ അത് പ്രകടമാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അത് പിശാചിൻ്റെ സ്വഭാവമാണ്. നിഗളമെന്ന് പറയുന്നത്, ഹുങ്കെന്ന് പറയുന്നത്, അഹങ്കാരമെന്ന് പറയുന്നത്, അത് പിശാചിൻ്റെ സ്വഭാവമാകുന്നു. അത് മുഖാന്തരം അമിതാധികാരം ഉപയോഗിക്കുന്നവർ, ചിലരെ അമിതമായി നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നവർ, അമിതാധികാരം ഉപയോഗിക്കുന്നവർ, അമിതമായിട്ട് കൺട്രോൾ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ, മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നവർ, ഈ നിലയിലുള്ള സ്വഭാവങ്ങൾ പിശാചിൽ നിന്നുള്ള സ്വഭാവമാകുന്നു. അതിജീവിക്കണം. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെടണം. മറ്റു ചിലർ മാനിപ്പുലേറ്റീവായിട്ട് തീരും. വളരെ കണ്ണിങ് ആയിട്ട്, മാനിപ്പുലേറ്റീവായിട്ട് അവർ ആളുകളെ തങ്ങളുടെ ചൊൽപ്പടിക്കകത്ത് കൊണ്ടുവരുവാൻ വേണ്ടി വീഴ്ത്തുന്നവരാണ്. മാനിപ്പുലേറ്റീവാണ്. അതിനുവേണ്ടി അവർ തന്ത്രപരമാകുന്ന കാര്യങ്ങൾ മെനയും. മാനിപ്പുലേറ്റീവ് ആൻഡ് കണ്ണിങ്. ക്ഷമിക്കാൻ കഴിയുന്നില്ല. അൺഫോർഗീവ്നെസ് വെച്ചുകൊണ്ട് നടക്കുന്നു, ബിറ്റർനെസ് വെച്ചുകൊണ്ട് നടക്കുന്നു. അത് മറ്റു ചിലരുടെ അനുഭവമാകുന്നു. ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മറ്റുള്ളവരോട് കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നവർ, നീരസം, കയ്പ്, മുഷിവ്, അനിഷ്ടം തുടങ്ങിയ വെച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം പിശാചിൻ്റെ സ്വഭാവമാണ്. ഇനിയും വേറെ ചിലരുണ്ട്, ചതിക്കുന്നവർ, വഞ്ചിക്കുന്നവർ, കള്ളം പറഞ്ഞ് മനുഷ്യരെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്നവർ.
ഈ ചതിവ് വന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ പിന്നെ ആരെയും ട്രസ്റ്റ് ചെയ്യത്തില്ല. മറ്റ് ആരെയും ട്രസ്റ്റ് ചെയ്യുവാൻ അവർക്ക് തയ്യാറാകത്തില്ല. അവർ ഓവർ സസ്പീഷ്യസ് ആകും. എല്ലാവരെയും സംശയത്തോടു കൂടെ വീക്ഷിക്കുന്നവരായിത്തീരും. അത് മറ്റൊരു അപകടകരമാകുന്ന പൈശാചിക സ്വഭാവമാകുന്നു. ഇതിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വരണമെന്നാണ് കർത്താവാകുന്ന യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകണം. യേശു നമുക്ക് മാതൃകയാകുന്നതിനാൽ ക്രൈസ്റ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡ്സ് സ്വീകരിക്കുവാൻ തയ്യാറാകണം. അതിലേക്ക് നമ്മൾ പോകുന്നു. ക്രൈസ്റ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡ്സ്. ഞാനത് വിശദീകരിക്കുവാൻ പോവുകയാണ്. വചനത്തിലൂടെ വിശദീകരിക്കുവാൻ പോകുന്നു. ആ ഗഹനമാകുന്ന ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുന്നമേ ഒരു ചെറിയ ഇടവേള. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും സ്വാഗതം. ക്രൈസ്റ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡ്സ്, ക്രിസ്തുവിനെ പോലെയുള്ള മനോഭാവങ്ങൾ. സിമിലറായിട്ടുള്ള ഒരേപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊക്കെയും വ്യത്യസ്തമായിട്ടാകുന്നു പ്രതികരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരേപോലെയുള്ള സാഹചര്യത്തിൽ 2 പേർ വ്യത്യസ്തമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. ഇവിടെ നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടത് ക്രിസ്തുവിനെ പോലെയുള്ള മനോഭാവമാണ്, ക്രിസ്തുവിനെ പോലെയുള്ള സ്വഭാവമാണ്. ക്രൈസ്റ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ക്രൈസ്റ്റ് ലൈക്ക് ബിഹേവിയേഴ്സാണ് നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടത്. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ആദ്യമായിട്ട് എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും പെർഫെക്ഷനിലേക്ക് നമ്മൾ വരണമെന്നാണ് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. ആ വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എഫേസ്യ ലേഖനം, എഫേഷ്യൻസ് ചാപ്റ്റർ 4 ആൻഡ് ഇംഗ്ലീഷിൽ അത് വേഴ്സ് നമ്പർ 13 ആണ്. Till we all come to the unity of the faith and of the knowledge of the Son of God, to a perfect man. നമ്മെ എല്ലാവരെയും ഒരു പെർഫെക്റ്റ് മാൻ ആക്കുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. യേശു പെർഫെക്റ്റ് മാൻ ആകുന്നുവല്ലോ. യേശുവിൻ്റെ മാതൃക പിന്തുടരുവാൻ വേണ്ടി യേശു നമ്മെ വിളിക്കുന്നു. ടു ദ മെഷർ ഓഫ് ദ സ്റ്റാച്യൂർ ഓഫ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ പോലെയാകുക. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പോലെ നമ്മുടെ സ്വഭാവമാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവനിൽ വസിക്കുന്നു, യേശുവിൽ ഞാൻ വസിക്കുന്നു, യേശു എൻ്റേതാകുന്നു, യേശു എന്നിലുണ്ട് എന്ന് പറയുന്നവർ യേശു നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. സ്വഭാവത്തെക്കുറിച്ചാണ്. നമ്മുടെ സ്വഭാവം യേശുവിനെ പോലെയാകണം. പിശാചിൻ്റെ സ്വഭാവമല്ല പുറപ്പെടേണ്ടത്, യേശുവിൻ്റെ സ്വഭാവമാണ് പുറപ്പെടേണ്ടത്. ഈ വാക്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് യേശുവിൻ്റെ സ്വഭാവങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അതൊക്കെ നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ കേൾക്കാം. ഈ വചനഭാഗങ്ങൾ സമയം ലഭിക്കുമ്പോൾ വായിക്കണം, തന്നെ വായിച്ചതിന് ശേഷം ധ്യാനിക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ. അപ്പോൾ ശാഠ്യവും ദുരഭിമാനവും പിശാചിൻ്റെ സ്വഭാവമാണേ.
അങ്ങനെ ചെയ്യരുത്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോട്. യേശുക്രിസ്തുവിൽ ഉള്ളവർക്കെല്ലാം ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമേന്മയാണ് ഹ്യൂമിലിറ്റി, താഴ്മയോട്. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയുന്നു, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണണം. 4-ാം വാക്യം, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. 5, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം, സെർവൻറ്റ്ഹുഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, ഹ്യൂമിലിറ്റി, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുക, സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ പ്രിഫറൻസസ് നോക്കുക, സെർവൻറ്റ്ഹുഡ്, ദാസരൂപം സ്വീകരിക്കുക, തന്നെത്താൻ ഒഴിച്ച്, 8-ാം വാക്യം, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഒബീഡിയൻസ്. സോ ഹ്യൂമിലിറ്റി, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുക, മറ്റുള്ളവരുടെ ഗുണം നോക്കുക, സെർവൻറ്റ്ഹുഡ്, ഒബീഡിയൻസ്. ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാകുന്ന ഈ സ്വഭാവം നമ്മിൽ വരണം. ഈ സ്വഭാവം നമ്മിൽ വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തും. ഇനിയും എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. സ്തോത്രം ചെയ്യുന്നവരായിത്തീരണം. എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുന്നവരായിത്തീരണം. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് പോകുമ്പോൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ എപ്പോഴും സന്തോഷിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം, എപ്പോഴും സന്തോഷിക്കണം. അകത്തൊരു സംഘർഷം ഉള്ളപ്പോൾ തന്നെ മുഖത്ത് സന്തോഷം പ്രകടമാക്കണം. എപ്പോഴും സന്തോഷിക്കുന്നവരായിത്തീരണം. ഞാനൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ റിസപ്ഷനിൽ നിൽക്കുന്ന കുട്ടികളെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ ദുഃഖിച്ച് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഞാനിവിടെ ചെന്നത് അവർക്കൊരു വലിയ ബുദ്ധിമുട്ട് പോലെയാണ് അവരുടെ മുഖത്ത് പ്രകടമാക്കുന്നത്. പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മുഖം പ്രകടമാക്കുന്നില്ല. ഞാൻ കരുതിയ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ, അദ്ദേഹത്തിന് ഒരുപാട് കസ്റ്റമേഴ്സിനെ നഷ്ടമാകുമല്ലോ. ഇങ്ങനെയുള്ളൊരു മുഖം കാണുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാകുന്നുവെങ്കിൽ അവിടെ ഒരു കസ്റ്റമർ വരുമ്പോൾ സന്തോഷത്തോടുകൂടി ആ കസ്റ്റമറിനോട് സംസാരിക്കുക, ഇടപെടുക. നിങ്ങളുടെ അകത്ത് ചിലപ്പോൾ സങ്കടവും പ്രയാസവും, എനിക്ക് ജോലിയൊന്നും നല്ല ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള ചിന്തകളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതിനെയെല്ലാം പുറത്ത് കളഞ്ഞതിന് ശേഷം നിങ്ങളായിരിക്കുന്ന ആ സ്ഥലത്ത് നിങ്ങൾ നല്ലതായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോഴാകുന്നു ദൈവം അവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർച്ച നൽകി തരുന്നത്. അവിടെ ആ കസ്റ്റമേഴ്സിനോട് വളരെ ജോയ്ഫുള്ളാകുവാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുക. സന്തോഷം. 1 തെസ്സലോനിക്കർ 5:17 പോവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രാർത്ഥിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പ്രേ വിതൗട്ട് സീസിങ് ആണ്. നമ്മൾ ദൈവോന്മുഖ ഭാവമുള്ളവരായി തീരുമ്പോൾ തന്നെ നമ്മുടെ സ്പിരിറ്റ് 24 hours പ്രാർത്ഥിക്കുന്ന നിലയിലേക്ക് മാറും. മാത്രമല്ല, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ നിങ്ങൾ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം സജീവമാകണം. സ്തോത്രം, സന്തോഷം, പ്രാർത്ഥന, ഇതെല്ലാം യേശു ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതെല്ലാം നമ്മിലൂടെ പുറപ്പെടണം. പിശാചിൻ്റെ സ്വഭാവങ്ങളെല്ലാം പോയതിനു ശേഷം യേശു ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യമാകുന്ന സ്വഭാവങ്ങൾ നമ്മിലൂടെ വെളിപ്പെടണം. വീണ്ടും ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരിക. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 14-15 വാക്യങ്ങൾ. ഇതെല്ലാം വചനത്തിലൂടെ തന്നെ കേൾക്കുക. ഈ വചനഭാഗങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ വ്യക്തിപരമായിട്ട് വായിക്കുക. വായിച്ചിട്ട് ഇത് നടപ്പിലാക്കുവാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുക. ഫിലിപ്പിയ ലേഖനം 2:14-15 വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും. കണ്ടോ, തട്ടിപ്പ്, വെട്ടിപ്പ്, ചതിവ്, വഞ്ചന, ഇതെല്ലാം ഉള്ളതിൻ്റെ നടുവിൽ നമ്മൾ എങ്ങനെ ആയിത്തീരണം? അനിന്യരായിത്തീരണം, പരമാർത്ഥികളായിത്തീരണം. നഷ്ടം വന്നാൽ തന്നെ സഹിക്കണം. കള്ളം, ചതിവ്, വഞ്ചന ഇതൊന്നും ഉണ്ടാകരുത്, അനുവദിക്കരുത്. നിങ്ങൾ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ തട്ടിപ്പ്, വെട്ടിപ്പ്, വഞ്ചന നിർത്ത്. അങ്ങനെ ഒരിക്കലും ബിസിനസ് ദീർഘകാലം
മുന്നോട്ട് പോകുകയില്ല. ഇന്നോ നാളെയോ ഒക്കെ രണ്ടുപേരെ നമുക്ക് ചതിക്കുകയും വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ദീർഘകാലം നിൽക്കണമെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിരിക്കണം, ലാഭം എടുക്കണം. നിങ്ങൾ ബിസിനസ്സിലാകുന്നുവെങ്കിൽ നല്ല ലാഭം നിങ്ങൾ എടുത്തു കൊടുക്കുക. കാര്യങ്ങൾ പറയുമ്പോൾ സത്യസന്ധമായിരിക്കണം. ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ ആയിരിക്കുന്നവർ, ജോലി ചെയ്യുന്നവരാണെങ്കിലും ശുശ്രൂഷയിലായിരിക്കുന്നവർ, എല്ലാ മേഖലയിലുമുള്ളവർ അനിന്യരായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം. ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് നിഷ്കളങ്കതയുള്ളവരാകണം. പെറുപെറുപ്പും വാദവും എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. ആ കംപ്ലൈനിങ് അങ്ങ് പോകണം. ആർഗ്യൂയിങ്, പലരുമായിട്ട് നടത്തുന്ന ആർഗ്യൂയിങ്, ആ ഒരു സ്വഭാവം മാറിപ്പോകണം. ഒരു കാര്യത്തെ ചൊല്ലി നിങ്ങൾ വാദിക്കുന്നത് നിർത്ത്. നമ്മൾ പറയുന്ന ഭാഗം മറ്റുള്ളവർ മനസ്സിലാക്കിയില്ലെന്ന് വരും. അവിടെ വളരെ ശാന്തമായിട്ട് വേണമെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആർഗ്യൂ ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. കംപ്ലൈനിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ പെറുപെറുപ്പിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കട്ടെ. ആർഗ്യൂയിങ്ങിൽ നിന്ന്, വാദിക്കുന്നതിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കട്ടെ. 15-ാം വാക്യം, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. നമ്മളെ ജ്യോതിസ്സുകളെ പോലെ തേജസ് പ്രകടമാക്കുന്ന, പ്രകാശം പരത്തുന്നവരായിട്ട്, സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ നമ്മെ പ്രകാശമാക്കി വെച്ചിരിക്കുകയാണ്. ആമേൻ, ഗ്ലോറി ടു ജീസസ്. ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ 4-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. 4-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. വീണ്ടും സന്തോഷം, പ്രാർത്ഥന, സ്തോത്രം, പെറുപെറുപ്പില്ലാത്ത അവസ്ഥ, ആർഗ്യുമെൻറ്റ്സ് ഇല്ലാതെ ജീവിക്കുക, ജ്യോതിസ്സുകളെ പോലെയാകുക. 5-ാം വാക്യം, നിങ്ങളുടെ സൗമ്യത, ജെന്റിൽനെസ് സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. സൗമ്യതയുള്ളവരായിരിക്കുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ആങ്സൈറ്റിയിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ പ്രാപിക്കുക, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. സമാധാനം കൊണ്ട് നിറയുക, ആങ്സൈറ്റിയെ വിട്ടുകളയുക, സമാധാനം കൊണ്ട് ഹൃദയം നിറയട്ടെ. 8-ാം വാക്യത്തിൽ ചിന്തകളെക്കുറിച്ച് പറയുന്നു. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നിർമ്മലമായതൊക്കെയും നീതിയായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ച അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. ചിന്തകൾക്ക് മാറ്റം സംഭവിക്കുന്നു. സന്തോഷം, സമാധാനം, പ്രാർത്ഥന, ആങ്സൈറ്റിയില്ല, ചിന്തകൾ ക്രമപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിലൂടെ പ്രകടമാകുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. ബ്യൂട്ടിഫുൾ. പരീക്ഷകൾ വരുമ്പോൾ, ഒരു കഷ്ടതയോ പരീക്ഷയോ വരികയാണെങ്കിൽ ഉടനെ പിറുപിറുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കരുത്. അസ്ഥിത്താഴ്വയിലായിരുന്ന യഹസ്കേൽ പ്രാർത്ഥിക്കുക, എന്നെ ഈ അസ്ഥിത്താഴ്വയിൽ എടുത്തുകൊണ്ട് പോകണമേ, അല്ലെ എൻ്റെ മുന്നിൽ നീ അസ്ഥി അപ്രത്യക്ഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നടപ്പിലാകും. ഇല്ല, ഈ അസ്ഥിത്താഴ്വയിൽ നീ ആയിരിക്കുന്നത് ഈ അസ്ഥിത്താഴ്വരെ ഒരു സൈന്യമാക്കുവാൻ വേണ്ടിയാണ്. നിൻ്റെ മുൻപിൽ ഒരു പരീക്ഷയോ കഷ്ടതയോ വരികയാണെങ്കിൽ അത് മുഖാന്തരം ദൈവം എന്തോ ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുവാൻ പോകുന്നു. അവിടെ നമുക്കുണ്ടാകേണ്ട ഒരു പ്രത്യേക സ്വഭാവമാണ് നമ്മൾ സഹിഷ്ണുതയുള്ളവരായി തീരണം. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അത് സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് സഹിഷ്ണുതയുള്ളവരായി തീരുകയാണെങ്കിൽ, മറ്റൊരു വാക്യത്തിൽ സഹിഷ്ണുതയെക്കുറിച്ച് പറയുന്നുണ്ട്. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 2-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അപ്പോൾ പാപം ചെയ്യരുത്. അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, വഞ്ചിക്കരുത്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. നോക്ക്, ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണി പറയാതെ, അവരെ ഭീഷണിപ്പെടുത്താതെ
ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. യേശുവിനെ അവരെല്ലാവരും കൂടെ ക്രൂശിച്ചു. അവർ ജയിച്ചെന്ന് വിചാരിച്ചു. കർത്താവ് അതെല്ലാം ന്യായമായി വിധിക്കുന്നവൻ്റെ പക്കൽ, പിതാവിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. പിശാച് വിചാരിച്ചു ജയിച്ചെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ്റെ പരാജയത്തിൻ്റെ ദിവസമായിരുന്നു അന്നത്തെ ദിവസം. യേശു അവൻ്റെ തല തകർത്തു. ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു യേശു അതോടുകൂടെ അവസാനിച്ചു എന്ന്. എന്നാൽ മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. എല്ലാം നഷ്ടപ്പെടുമ്പോൾ, വലിയ കഷ്ടത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, അതിൻ്റെ നടുവിൽ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. 1 പത്രോസിൻ്റെ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ദോഷത്തിന് ദോഷവും. ആരെങ്കിലും ദോഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ദോഷം ചെയ്യാൻ വേണ്ടിയല്ല, പ്രതികാരം ചെയ്യുവാൻ വേണ്ടിയല്ല നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ചതിക്കുന്നവനെ ചതിക്കാൻ വേണ്ടിയല്ല, വഞ്ചിക്കാൻ വേണ്ടിയല്ല. അല്ല, അവൻ ചതിച്ചപ്പോൾ പോലും യേശുവിൻ്റെ സ്വഭാവം പുറപ്പെടുവിക്കുക. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഈ നിലവാരത്തിൽ നിങ്ങളായിരിക്കുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ആർക്കും കഴിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം ഇത് കേൾക്കുമ്പോൾ എല്ലാം പരാജയപ്പെട്ടതുപോലെയുള്ളതാണല്ലോ എന്ന് ചിന്തിക്കും. ഒരുത്തൻ ചതിക്കാൻ വരുന്നുണ്ടെങ്കിൽ അപ്പോഴും അവനെ അനുഗ്രഹിക്കുകയാണ്. അത് കേൾക്കുന്നുണ്ടെ ചിന്തിക്കും, അത് പരാജയപ്പെടുന്നൊരു സമീപനമല്ലേ. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഇതെന്തൊരു സ്വഭാവമാണ്. ഇതുകൊണ്ട് ഒരാൾക്ക് ഈ ഭൂമിയിൽ ജയാളിയായി തീരാൻ കഴിയുമോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെയുള്ളവർ മാത്രമേ ജയാളികളായി തീരത്തുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പുറപ്പെടുവിക്കുന്നവർ മാത്രമേ വിജയികളായി തീരത്തുള്ളൂ. അവർ മാത്രമേ വിക്ടോറിയസ് ആയി തീരത്തുള്ളൂ. മറ്റുള്ളവരെല്ലാം ഇപ്പം ജയിച്ചതുപോലെ തോന്നുന്നുവെങ്കിൽ പോലും നാളെ അവരുടെ അമ്പേ പരാജയ ദിവസം നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിങ്ങൾ കാണേണ്ടതായിട്ട് വരും. പിശാചിൻ്റെ സ്വഭാവമുള്ളവരാകാതെ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരാകുക. ക്രൈസ്റ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡ്സ്, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം ഉള്ളവരായി തീരുക. ക്രൈസ്റ്റ് ലൈക്ക് ബിഹേവിയർ, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമാകുന്ന ദിവ്യാനുഗ്രഹങ്ങളാൽ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണം കർത്താവേ. ഈ വചനങ്ങൾ മുഴുവൻ പ്രായോഗികമാക്കുവാൻ ഈ ശബ്ദം കേട്ട് ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് ചേർന്നിരുന്ന് ഈ വചനങ്ങൾ മുഴുവൻ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. രോഗബാധകൾ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗബാധകൾ വിട്ടുപോകട്ടെ. ആ നട്ടലിന് വന്ന കേടുകൾ, ആ കണ്ണുകൾക്ക് വന്നിരിക്കുന്ന കേടുകൾ ഇപ്പോൾ യേശു സൗഖ്യമാക്കുന്നു. യേശുവിൽ നിന്നുള്ള സൗഖ്യം സ്വീകരിക്കുക. ഇൻഫെക്ഷൻസ് മാറിപ്പോകട്ടെ. കണ്ണിലുള്ള ഇൻഫെക്ഷൻ, ചെവിയിലുള്ള ഇൻഫെക്ഷൻ, ആരുടെയോ ചെവി അടഞ്ഞിരിക്കുന്ന ചെവി ഇപ്പോൾ യേശു തുറക്കുന്നു. വിശ്വസിച്ച് സ്വീകരിക്കുക. ആ ഇടത് കാലിൻ്റെ മേൽ, ഇടത് മുട്ടിൻ്റെ മേൽ ആമേൻ, ആ മുട്ടിൻ്റെ മേലൊരു സൗഖ്യം സംഭവിക്കുന്നു. ഒരു നീ ട്രാൻസ്പ്ലാന്റേഷൻ, നീ മാറ്റിവെക്കുന്ന ഒരു സർജറിയുടെ ആവശ്യമില്ല. ഇപ്പോൾ വിശ്വസിച്ച് സ്വീകരിക്കുക. യേശു നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. അനിത, ഏതോ ഒരു അനിതയെ പരിശുദ്ധാത്മാവ് തൊടുന്നു. അനിതയുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകുന്നു. യേശു നിന്നെ തൊട്ട് സൗഖ്യമാക്കുന്നു. വിശ്വസിച്ച് ആ സൗഖ്യം സ്വീകരിക്കുക. സാമ്പത്തിക കടബാധ്യതയിലായിരിക്കുന്നവരെ കർത്താവേ ഉദ്ധരിക്കണമേ, വിടുവിക്കണമേ. അവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പുതുവഴികൾ തുറക്കപ്പെടട്ടെ. അവരുടെ സാമ്പത്തിക ബാധ്യതകൾ, കടബാധ്യതകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വവും അങ്ങേക്ക്. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഈ എപ്പിസോഡ് നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാൻ മനസ്സ് കാണിക്കണമെന്ന് താഴ്മയോടുകൂടെ ഓർപ്പിക്കുന്നു. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ
മനസ്സ് കാണിക്കുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ.